തവളകളുടെ കാര്യം പറയുകയാണെങ്കിൽ 98% തവളകളും വെസ്റ്റേൺ ഗട്ട്സിൽ കാണുന്ന തവളകൾ വേറെങ്ങും കാണില്ല, ഇവിടെ മാത്രമേ കാണൂ. തവളെ നോക്കുന്നത് നമുക്ക് ടോർച്ച് ഗൈഡ്സ് നോക്കാൻ പറ്റും. ഇതിനെ മണ്ണ് കുഴിച്ചിട്ടാണ് നോക്കാനുള്ളത്. കാരണം ഒരു 2 അടി 3 അടി 1.5 അടി അല്ലെങ്കിൽ 1 അടി താഴ്ചയിലേക്കാണ് ഇത് ഹ്യൂമിഡ് സോയിലിൽ ഇങ്ങനെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിളക്കിലാണ് ജോലി. ഇതിനൊരു വളരെ പ്രത്യേകതയുണ്ട്. ഈ കുരുടികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണ്ണിനടിയിൽ മുട്ടയിട്ടിട്ട് അമ്മ മുട്ടയോടൊപ്പം അടയിരിക്കുന്നത് പോലെ മുട്ടയിൽ ചുറ്റിയിരിക്കും. ഒരാൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരാൾ പ്രപ്പോസ് ചെയ്യപ്പെടുന്ന ഒരു സ്പീഷീസോ അതിൻ്റെ സ്പീസിയേഷൻ പ്രോസസ്സിനെയോ നാളെ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം വേറൊരു കൂട്ടം ആൾക്കാർക്ക് കൂടുതൽ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തുന്ന സമയത്ത് അതിന് സ്പീഷീസ് അല്ലാതാവാനോ ഇല്ലെങ്കിൽ ആ പറയുന്ന തിയറി അല്ലാതിരിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പോഴും കാണേണ്ടത് ഒരു പ്രോഗ്രസീവ് അപ്രോച്ചിലാണ്. ഞാൻ പ്രസിദ്ധീകരിക്കുന്ന സാധനങ്ങൾ പബ്ലിക് ഡൊമൈനിലാണ്. അത് പബ്ലിഷ് ചെയ്യാൻ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നവരെയുള്ള എൻ്റെ പ്രോപ്പർട്ടി ആവും. എന്ന് ഞാനത് പബ്ലിഷ് ചെയ്യുന്നു, അത് എൻ്റെ പ്രോപ്പർട്ടി അല്ല, അത് സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. അതിന് അവർക്ക് എന്ത് ചെയ്യാനുള്ള അധികാരവും അവർക്ക് എന്ത് വേണമെങ്കിലും അതിനെ ഇംപ്രൂവൈസ് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിനെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അതിനെ ക്ലാരിഫൈ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുമുള്ള 100% അവർക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. എൻ്റെ മരണശേഷം ഞാൻ പറഞ്ഞു വെച്ചതും ഞാൻ കണ്ടെത്തിയതുമായ തവളകളെ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടേണ്ടതാണ്. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയ ഹാപ്പിയാണ്. കാരണം എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ലാബിൽ തവളയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വർക്ക് ചെയ്തിട്ട് പുതിയ സ്പീഷീസ് ആയി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ക്യാരക്ടറൊക്കെ പിന്നെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ക്യാപ്ചർ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ നമ്മൾ കയ്യിൽ കാണുന്ന ഒരു ക്യാരക്ടർ ഹൈലൈറ്റ് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റും. എൻ്റെ കൺമുന്നിൽ വലിയ ടൈഗർ പോലുള്ള ആൾക്കാരുടെ ഇണചേരലുകളും ഈ പറയുന്ന പ്രസവം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പോലും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ഒരു ക്യാമറയുണ്ട്. എൻ്റെ ക്യാമറ ട്രൈപ്പോഡ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാണുന്നത്. ഞാൻ തവള എടുക്കാൻ പോകുന്നതാണ്. കാരണം എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന 36 ഫ്രെയിമിലൊക്കെ ചിലപ്പോൾ 32 അങ്ങനെ കിട്ടുന്നതിൽ ചിലപ്പോൾ 4 5 ഫ്രെയിമേ ബാക്കിയുള്ളൂ. എനിക്ക് 5 ദിവസം വീണ്ടും നിൽക്കേണ്ടി വരും. അപ്പം ഞാൻ ഈ പറയുന്ന വലിയ മൃഗത്തിന്റെ ഒരു വളരെ റെയറായിട്ടുള്ള ഫുട്ടേജ് ഒരു സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു തവളയുടെ പടം എടുക്കാൻ പറ്റില്ല. അതൊരു ടാക്സോണമിസ്റ്റ് ക്യാരക്ടർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് പോലെയാണ് ഒരു ഗോത്രവർഗം അല്ലെങ്കിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി, അല്ല ഒരു കാടുകൾ വസിക്കുന്ന അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അവരുണ്ടാക്കുന്ന പേരുകൾ അതേപോലെ തന്നെയാണ്. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പുതിയ സ്പീഷീസ് ഉണ്ട്, ഇത് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവനൊരു ഓണർഷിപ്പ് വരും. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമുള്ളൊരു ഓണർഷിപ്പ് കൊടുക്കുക എന്നുള്ളൊരു വളരെ ദുഷ്ചിന്തയോടു കൂടിയാണ് ഇങ്ങനെയുള്ള പേരുകൾ നമ്മൾ കൊടുക്കുന്നത്. കാടുകളിൽ ഓരോ തവണ പോകുമ്പോഴും പുതിയ പുതിയ കാടായിരിക്കുമല്ലോ. ഓരോ തവണത്തെ യാത്രയും നമ്മളെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കുമല്ലോ. ഇപ്പൊ നമ്മൾ പോകുന്നത് വേറെ പലതുമായിരിക്കും, നമ്മളെ കാടിന്റെ അത്തരം അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മളെ ആകർഷിക്കുന്നത്. പക്ഷെ ഒരു ഗവേഷകന്റെ കണ്ണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് കൃത്യമായിട്ട് ലക്ഷ്യങ്ങളുണ്ടല്ലോ, ഇന്നത് കാണണം, ഇന്നതിനെ അറിയണം എന്നൊക്കെയുള്ള കൃത്യം സംഗതികളുണ്ടല്ലോ. അത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആദ്യം തന്നെ പറയേണ്ടത് വെച്ചാൽ എനിക്ക് ഒരേ സ്ഥലത്ത് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പോയാലും എനിക്ക് പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ തവളകളുമാണ്. പലപ്പോഴും ഈ തവള ഭയങ്കര സീസണലാണ്. നമ്മളിപ്പം ജൂണിൽ പോകുന്ന ഒരു കാടില് നമ്മൾ തിരിച്ചു വന്നിട്ട് പോകും, അവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ജൂണിൽ കണ്ട തവള ഉണ്ടാവില്ല. ജൂലൈയിലോ ഓഗസ്റ്റിലോ കാണുന്ന തവള കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് മല്ലയുടെ ചോദ്യം, ഈ പുതിയ സ്ഥലങ്ങളിൽ പോകുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഗവേഷണത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കീർണമാക്കാൻ പറ്റുന്നത് ഒരേ സ്ഥലത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സീസണുകൾ. അതായത് ഏപ്രിലിൽ നോർത്ത് ഈസ്റ്റിൽ ഏപ്രിലിൽ ബ്രീഡിങ് ആരംഭിക്കും തവളകളുടെ. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ ജൂൺ ജൂലൈ മെയ് ജൂൺ ജൂലൈ ആ സമയത്താണ്. അവിടെ എന്ന് പറയുന്നത് ഏപ്രിലിൽ ആദ്യം വരുന്ന മഴയത്ത് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങും. ഞാനൊരു 15-10 വർഷത്തിന് മുമ്പാണ് ഇത് മനസ്സിലാക്കിയത്. നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാ സ്ഥലത്തും പോയി എല്ലാ തവളയും കണ്ടു, അതുകൊണ്ട് നമുക്ക് പഠനം അവസാനിപ്പിക്കാം. പക്ഷെ അത് ശരിയാവില്ല. അതിനകത്ത് തവളയുടെ ഗവേഷണം എന്ന് പറയുന്നത് ഒരു സീസണിൽ ഒരു തവള മാത്രം ഒരു സ്ഥലത്ത് ഒരു കാട്ടിൽ ആ തവളയുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിച്ച് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അടുത്ത മാസം പോകുമ്പോഴത്തേക്ക് ആ തവളയുടെ ശബ്ദം കേൾക്കാതിരിക്കുകയും പുതിയ വേറൊരു, അത് തവളകൾ മാത്രമല്ല, അത് മറ്റ് പല ജീവികളും ഓരോ ഈ എൻവയോൺമെന്റിൽ വരുന്ന അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ഒരു സാധനം, എസ്പെഷ്യലി തവളകളുടെ ഈ ഹ്യൂമിഡിറ്റി ഒരു വലിയൊരു പ്രശ്നമാണ്, മോയ്സ്ചർ ഒരു പ്രശ്നമാണ്. ഈ രണ്ട് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തവളകളുടെ ഒരു സ്പീഷീസ്
കമ്പോസിഷൻ വരുന്നത്. അതുകൊണ്ട് എനിക്കെപ്പോഴും പുതിയ സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിലും ഒരു ഗവേഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ പോയ സ്ഥലങ്ങളിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് 5 വർഷമൊക്കെ ഒരേ സീസണിൽ പല സീസണുകളായിട്ട് 5 വർഷം. അതാണ് ഇപ്പോൾ നമ്മളൊരു കാരണം എനിക്ക് എത്രത്തോളം അത് പറയാൻ പറ്റുന്നറിയില്ല. എൻ്റെ ഇപ്പോൾ ഒരു PhD സബ്മിറ്റ് ചെയ്യാൻ പോകണം. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മളൊരു 8 വർഷം ഒരു ട്രക്ക് പാത്ത് ഉണ്ടാക്കിയിട്ട് അത് പല പല ഗ്രേഡിയൻസ് വെച്ചിട്ട് ഒരാൾ എല്ലാ 15 ദിവസം ഇടവിട്ട് യാത്ര ചെയ്തിട്ട് എന്തെല്ലാം സാധനത്തിനെ കാണുന്നു എന്ന് റെക്കോർഡ് ചെയ്യും. അതേപോലെ 6 വർഷത്തെ ഒരു ഡേറ്റ ഉപയോഗിച്ചിട്ടൊരു കലണ്ടർ ഓഫ് ആംഫിബിയൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു അത് പേപ്പർ ഏതാണ്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിൽ അത് എൻ്റെ മാത്രമല്ല, അത് കുറേ ആൾക്കാർ വർക്ക് ചെയ്ത ഡേറ്റ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സാധനം. വെസ്റ്റേൺ ഗട്ട്സും നോർത്ത് ഈസ്റ്റും തമ്മിൽ കാടുകളുടെ ഈ ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു ഭയങ്കര വ്യത്യാസമുണ്ടെന്ന്. എന്ത് തരത്തിലുള്ള ജീവജാലങ്ങളുടെ കോൺസെൻട്രേഷനിലാണോ മരങ്ങൾ, അങ്ങനെ എന്ത് തരത്തിലുള്ള വ്യത്യാസമാണത്? കാരണം അത് എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാർക്കും സാധാരണക്കാർക്കെല്ലാം അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം വെസ്റ്റേൺ ഗട്ട്സും നോർത്ത് ഈസ്റ്റും എന്ന് പറയുന്നത് രണ്ട് ഒരു ബയോജിയോഗ്രഫിക്കൽ റീജിയൻസ് ആണ്. അത് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഗോണ്ട്വാന ലാൻഡിൽ ഏതാണ്ട് 350-400 വർഷം അല്ലെങ്കിൽ 700 വർഷത്തിൻ്റെ ഒരു 650 തൊട്ട് 700 വർഷം പഴക്കമുള്ളൊരു ഗോണ്ട്വാന ലാൻഡിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വന്ന ഒരു ചെറിയൊരു സ്ട്രിപ്പാണ്. പക്ഷേ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും സ്പ്ലിറ്റ് ആയിട്ടില്ല. അത് വളരെ ന്യൂ ആണ്. കാരണം ന്യൂ വേൾഡ് ഹിമാലയ എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നതിൽ വെസ്റ്റേൺ ഗട്ട്സ് വന്ന് അല്ലെങ്കിൽ പെൻസിൽ പാർട്ട് കൊളൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഒരു ഭൂപടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജിയോളജിക്കലായിട്ട് ടൈം സ്കെയിലിലും ഒരു ബയോജിയോഗ്രഫിക്കായിട്ട് ഈ 2 റീജിയനും വളരെ വ്യത്യസ്തമാണ്. അത് ഒന്ന്. 2 എന്ന് പറയുന്നത് ജീവജാലങ്ങൾ 80 അല്ലെങ്കിൽ ഒരു 95% തവളകളുടെ കാര്യം പറയുകയാണെങ്കിൽ 98% തവളകളും വെസ്റ്റേൺ ഗട്ട്സിൽ കാണുന്ന തവളകൾ വേറെങ്ങും കാണില്ല, ഇവിടെ മാത്രമേ കാണൂ. മറിച്ച് നോർത്ത് ഈസ്റ്റേൺ 5-6 സ്റ്റേറ്റുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള എൻഡമിസം എന്ന് പറയുന്നത് 40-45% മേളിൽ വരില്ല. അവിടെയുള്ള സാധനങ്ങൾ ചൈനയുമായിട്ടോ മയൻമാറായിട്ടോ ലാവോസ് സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അതിർവരമ്പുകൾ കടന്ന് ഉള്ള ഗവേഷണത്തിന് സാധ്യതയുള്ളതാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ പഠിക്കുന്ന ഒരാളുടെ പ്രസിദ്ധീകരണം കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാവും. വെസ്റ്റേൺ ഗട്ട്സിൽ പഠിക്കുന്ന വിസിബിലിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം അതിന് നമ്മളൊരു സയൻറ്റിഫിക് ആംഗിളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു സാധനത്തിന് എത്ര ആൾക്കാർ അതിനെ ക്രോസ് റെഫറൻസ് ചെയ്യുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കണക്കാക്കുന്നത്. പക്ഷെ വെസ്റ്റേൺ ഗട്ട്സിൽ ഒരു ജീവിയെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഒരു ജീവികളെ കുറിച്ച് പഠിക്കുകയോ ചെയ്യുന്ന ഒരു പ്രാധാന്യം ഇവിടെ മാത്രം ഒതുങ്ങിപ്പോകും. പക്ഷെ നോർത്ത് ഈസ്റ്റിൽ ചെയ്യുന്ന ഒരു ഗവേഷണത്തിന് മറ്റ് രാജ്യങ്ങളിൽ ഉള്ള ഇതിൻ്റെ റെഫറൻസ് ഇതിൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് ഉള്ളതിൻ്റെ പേരിൽ ഒരു സെൽഫിഷ് സയൻറ്റിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് നോർത്ത് ഈസ്റ്റിലാണ് കൂടുതൽ താല്പര്യം. കാരണം എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ എൻ്റെ വർക്കുകളും ലോകത്തുള്ള ആൾക്കാർ വായിക്കാൻ, അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിന് വായിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, അവിടെ ഒരു എൻഡമിക് ഒരു ഫ്ലോറ ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഫോണ ആയതിൻ്റെ പേരിൽ അതിനുള്ളൊരു മൾട്ടി ക്രോസ് റെഫറൻസ് ഒരു ഡിസിപ്ലിനിൽ വരാനുള്ള സാധ്യത. അതുകൊണ്ട് എനിക്കെപ്പോഴും ഞാൻ ഈ 2 ഫിസിക്കൽ ഫീച്ചറും വെച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഇന്നും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത പല സ്ഥലങ്ങളുള്ളൊരു ഒരു റീജിയനാണ്. കാരണം വെസ്റ്റേൺ ഗട്ട്സ് പറഞ്ഞു വലുതായതാണ്. വെസ്റ്റേൺ ഗട്ട്സ് മോശമല്ല, പക്ഷെ നോർത്ത് ഈസ്റ്റിൻ്റെ അറിയാതെ കിടക്കുന്ന പല പ്രദേശങ്ങൾ ഇന്നും ഉണ്ട്. കാരണം ചില സ്ഥലങ്ങളിൽ ഈ മേഘാലയയുടെ പല കാടുകളിലും ഈ പറയുന്ന അരുണാചൽ പ്രദേശിൻ്റെ പല കാടുകളിലും ഇന്നും പോകാൻ പറ്റില്ല. കാരണം ചൈനീസ് ബോർഡർ ഇഷ്യൂ ഉള്ളതിൻ്റെ പേരിലും അൺഅക്സസിബിൾ, നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത കാടുകൾ പോലും ഉള്ള സ്ഥലങ്ങളാണ് അവിടെ. ഈ അരുണാചൽ പ്രദേശിൻ്റെ പല നമ്മളൊരു ബോർഡറുണ്ട്, മ്യാൻമാർ ബോർഡർ. ആ ബോർഡറിലുള്ള കാടുകളുടെ പകുതി സ്ഥലങ്ങൾ പോലും ഇന്ത്യൻ എക്സ്പെഡിഷൻ ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ ചെറിയ ആൾക്കാരെയൊക്കെ കൂടെ താമസിച്ച് അവരുടെ കൂടെ ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവരോടൊപ്പം കാട്ടിലൂടെയൊക്കെ ഇപ്പോൾ യാത്ര ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഈസ്റ്റും വെസ്റ്റേൺ ഗട്ട്സും രണ്ട് തന്നെയാണ്. തവളകൾ മാത്രമല്ല, ചിക്കിലിഡേ എന്ന് പറയുന്ന ഒരു സിസിലിയൻ ഇതിനെ അതിന് ആഫ്രിക്കൻ കണക്ഷനും പറയുന്നുണ്ട്. ആ ജീവിയുടെ പ്രത്യേകത എന്താണ്? തവള നമുക്ക് കോമൺ ആണല്ലോ. കാരണം അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു കാര്യം, പാതാളത്തവള അല്ലെങ്കിൽ നാസിക ബട്രാക്കസും മണ്ണിനടിയിൽ നിന്നാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. ഇതും മണ്ണിനടിയിൽ ജീവിക്കുന്നത്. അപ്പൊ 2 പുതിയ ഫാമിലികളാണ് മണ്ണിനടിയിൽ. അപ്പൊ കാരണം അതൊരു വലിയൊരു
ഒരു എന്താ പറയുക, കാരണം അതൊരു നിമിത്തം പോലെ സംഭവിച്ചാണ്. പക്ഷേ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിക്ലിഡേ കണ്ടുപിടിച്ച ഞാൻ അല്ല, കാരണം ഞാനടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. കാരണം മറ്റത് ഞാനാണ് ആദ്യത്തെ ഓതർ, അത് എൻ്റെ PhD ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലെയിം ചെയ്യുന്നത് എൻ്റെ നാസിയ പെട്രാക്കസ്. ചിക്ലിഡേ കണ്ടുപിടിക്കപ്പെടുന്നത് നോർത്ത് ഈസ്റ്റിലുള്ളൊരു വിദ്യാർത്ഥിനിയാണ്. അവർ എൻ്റെ കൂടൊപ്പം എൻ്റെ ആദ്യത്തെ ഡൽഹിയിൽ രണ്ടാമത്തെ PhD സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവർ, കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഒരാളായിരുന്നു. അപ്പോൾ അവർ അവിടെ നോർത്ത് ഈസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചിക്ലയെ കണ്ടുപിടിക്കാനായിട്ട് പോയിട്ട് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അവർ സിസിലിയൻസ് എന്ന് പറയുന്ന കാലുകളില്ലാത്ത വലിയ മണ്ണിരകളെ പോലെ അല്ലെങ്കിൽ പാമ്പുകളെ പോലെ ഇരിക്കുന്ന ഒരു കൂട്ടം, അതിനാണ് നമ്മൾ സിസിലിയൻസ് എന്ന് പറയുന്നത്, ആംഫിബിയൻസ് ആണ്. അപ്പോൾ ഇവർ വർക്ക് ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുരുടിയെക്കുറിച്ചിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ പോയിട്ട് കുരുടി നോക്കുന്നത്, തവളെ നോക്കുന്നത് നമുക്ക് ടോർച്ചൊക്കെ അടിച്ച് നോക്കാൻ പറ്റും. ഇതിനെ മണ്ണ് കുഴിച്ചിട്ടാണ് നോക്കാനുള്ളത്. കാരണം ഒരു 2 അടി 3 അടി 1.5 അടി അല്ലെങ്കിൽ 1 അടി താഴ്ചയിലേക്കാണ് ഇത് ഹ്യൂമിഡ് സോയിലിൽ ഇങ്ങനെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിളക്കിലാണ് ജോലി നമ്മളെല്ലാവരും. അപ്പോൾ ഞങ്ങൾ കിളക്കി അങ്ങനെ കിട്ടുന്ന കുറേ തവളകളുടെ കുറേ സിസിലിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് 2-2.5 അടി മണ്ണിനടിയിലുള്ള ഒരു അന്നൊരു പിങ്ക് കളറിലുള്ള ഒരു സിസിലിയൻ ആദ്യം കിട്ടുന്നത്. വളരെ ചെറുതാണ്, വളരെ വലുതൊന്നുമല്ല. അപ്പോൾ അത് വലിയൊരു ജനറ്റിക് സ്റ്റഡീസിനാണ് നമ്മൾ. അതിന് മുമ്പ് അതിന് മിസ്ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആൾക്കാരിങ്ങനെ വേറെ പലതുമാണെന്ന് ധരിക്കപ്പെട്ട സാധനമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു സായിപ്പിൻ്റെ വളരെ 100 വർഷത്തിന് മുമ്പ് ഹെർപ്പിലിഡേ ഹെർപ്പിലിസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫാമിലിയുമായിട്ട് ബന്ധമുള്ളതിന് ഒരു സിസിലിന് ഒരു ദിഗിനിയോഫിസ് എന്ന് പറയുന്ന ഫുള്ളറി എന്ന് പറഞ്ഞൊരു പേരിലാണ് ഇതിനെ ഒരു സായിപ്പിനെ പേര് കൊടുത്തിട്ട് ഒരു 2 കഷ്ണമായ മുറിഞ്ഞ വളരെ മോശപ്പെട്ടൊരു സ്പെസിമെൻ ഉപയോഗിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്ത്. അപ്പം പിന്നെ അതിനെക്കുറിച്ചുള്ള വിവരമില്ല. ഏതാണ്ട് 120 വർഷത്തിന് ശേഷമാണ് നമ്മളിത് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാം. ഇത് ഫുള്ളറി എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്, ഇത് അറിയപ്പെടുന്ന ഒരു സാധനമാണ്. വീണ്ടും 150 വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ കണ്ടെത്തി എന്ന് പറഞ്ഞ വലിയ വിപ്ലവമൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയത് അതല്ല, അതിനാവാൻ സാധ്യത വളരെ കുറവാണ്. അത് ആഫ്രിക്കയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഡീവിയേറ്റ് ചെയ്തൊരു ഭൂഖണ്ഡത്തിലുള്ള സാധ്യത. ഇത് നമ്മൾ ഒരു ധാരണയുണ്ടായിരുന്നു നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആവാൻ സാധ്യതയില്ല. അങ്ങനെ നമുക്ക് അവിടെയാണ് ഈ കൊളാബറേഷൻ ഏറ്റവും വലിയൊരു പ്രാധാന്യം വരുന്നത്. അത് ഇപ്പം നമുക്ക് ബ്രിട്ടനിലുള്ള പല നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം പോലുള്ള വലിയ മ്യൂസിയങ്ങളിൽ അവർക്ക് ആഫ്രിക്കൻ സിസിലിയൻസിനെ കുറിച്ചിട്ട് നല്ല വിവരമുള്ള ആൾക്കാരാണ്. അവരുടെ പ്രധാനപ്പെട്ട വർക്ക് അവിടെയായിരുന്നു. അപ്പോൾ അവരും നമ്മളുടെ കൂടി ചേർന്നിട്ട് ഇതിൻ്റെ ഡേറ്റിംഗ് എസ്റ്റിമേഷനും ഇതിൻ്റെ മോളിക്കുലർ സ്റ്റഡീസ് എല്ലാം ചെയ്തിട്ട് മനസ്സിലായത് ഇത് ഈ പറഞ്ഞു വെച്ചിരുന്ന ഈ കുരുടിപ്പാമ്പുമായിട്ട് അല്ലെങ്കിൽ കുരുടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പുതിയ ഫാമിലി ആയിട്ട് അത് 2008 ആണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ. അതും ഇതേപോലെ നാസിയ പെട്രാക്കസിനെ പോലെ ലോകം മൊത്തവും ആഘോഷിക്കപ്പെട്ടൊരു സംഭവമാണ്. കാരണം ഇതിനൊരു വളരെ പ്രത്യേകതയുണ്ട്. ഈ കുരുടികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണ്ണിനടിയിൽ മുട്ടയിട്ടിട്ട് അമ്മ മുട്ടയോടൊപ്പം അടയിരിക്കുന്നത് പോലെ മുട്ടയിൽ പാമ്പുകൾ ചുറ്റിയിരിക്കും. അപ്പോൾ അതൊരു വലിയൊരു കൗതുകം. നമ്മളാണ് ആദ്യമായിട്ട് കാഴ്ചയാണ്. കാരണം നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ വർക്ക് വളരെ നല്ലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ്. അതിന്ന് കണ്ടെത്തിയ ഞാനതിൻ്റെ ഒരു സൂപ്പർവൈസറും എൻ്റെ ഒരു കറസ്പോണ്ടിങ് എൻ്റെ ലീഡറായിട്ടാണ് വേണമെങ്കിൽ പറയാം. അത് എൻ്റെ കണ്ടെത്തലാണ്, പക്ഷേ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കണ്ടെത്തലെന്ന് പറയുന്നതായിരിക്കും അത് കൃത്യമായി ശരിയായി പറയാൻ പറ്റുന്നത്. ഈ ആഫ്രിക്കൻ കണക്ഷൻ പറഞ്ഞല്ലോ, അപ്പം ഇതിൻ്റെ ഒരു വരവിൻ്റെ സാധ്യത എങ്ങനെയാ അവിടെ സാധാരണ 2 തിയറിയാണല്ലോ. എന്നൊരു ബയോട്ടിക് ഫെറി തിയറി എന്ന് പറയുന്ന അതൊരു പണ്ട് മുതലേ അറിയപ്പെടുന്നൊരു തിയറിയാണ്. എങ്ങനെ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ ഏതാണ്ട് 50 മില്യൺ വർഷം ആദ്യം നമ്മൾ പറയുന്നില്ലേ, നമ്മൾ ആഫ്രിക്ക, അന്റാർട്ടിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ, ഇന്ത്യയുടെ പെനിൻസുലർ പാർട്ട്, ഈ പറയുന്ന ഇന്നത്തെ 5 രാജ്യങ്ങളും കോണ്ടിനെൻസുമാണ് ഒരേ ഈ പാൻജിയ എന്ന് പറയുന്ന ഒരു സൂപ്പർ കോണ്ടിനെന്റ് ഗോണ്ട്വാനായിട്ട് വന്ന് ആദ്യം ഇന്ത്യ മറ്റ് രാജ്യങ്ങൾ സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം ആഫ്രിക്ക, അതിനുശേഷം അവസാനമായിട്ട് ഇന്ത്യ ഡിറ്റാച്ച് ചെയ്യുന്നത് 55 മില്യൺ 60 മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട്. അങ്ങനെ വരുന്നൊരു ട്രയാങ്കിൾ പോർഷൻ പോലുള്ളൊരു ലാൻഡ് ഈ വെള്ളത്തിലൂടെ കടലിലൂടെ സഞ്ചരിച്ചിട്ട് വരുന്ന
ഇതാണ്. വെസ്റ്റേൺ ഗട്ട്സിലെ എൻഡമിസത്തിൻ്റെ ഈ നാസിക ബെട്രാക്കസിൻ്റെ കണ്ടുപിടുത്തം അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ ഇത് വന്ന് കൊളൈഡ് ചെയ്ത സമയത്ത് ഒരു പക്ഷേ അന്ന് വന്ന ഒരു ചെറിയൊരു പോർഷൻ ഈ പറയുന്ന ഹിമാലയൻ കൊളിഷനിൽ അവിടെ ഡിസ്പേഴ്സൽ ആഫ്രിക്കൻ റിലേഷൻ അങ്ങനെയാണ് ഒരു തിയറി പറയുന്നത്. മറ്റൊരു തിയറി പറയുന്നത് ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവോൾവ് ചെയ്തിട്ട് രണ്ട് സ്ഥലങ്ങളിലാക്കി മാറിപ്പോയതാണ്. ഇന്ന് കാണുന്ന ആഫ്രിക്കയിൽ കാണുന്ന റിലേറ്റീവ്സും ഇതും ഇൻഡിപെൻഡൻ്റ് അങ്ങനെ സംഭവിക്കുന്ന ഒരേ കാരണം ഇതൊരു ഫെറി എവിടെയെങ്കിലും ഒരു കണക്ഷൻ ലാൻഡ് കണക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെയും ഇതിന് ഒരേപോലെ രണ്ട് റീജിയണിൽ എവല്യൂഷൻ സംഭവിച്ച ഒരേ ജെനറ്റിക്സ് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവും. ഇതിപ്പോ ഈ എന്താ പറയുന്നത് എവല്യൂഷൻ ഒരു ഋജുരേഖയിൽ വരച്ചു വെക്കാൻ പറ്റുന്ന സാധനമല്ല. എവല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉള്ള സാധ്യതകളുടെ ഒരു സാധനമാണ്. അപ്പോൾ അത് ഈ തിയറി എപ്പോഴും ഇത് ഹൈപ്പോത്തിസിസ് ഒരിക്കലും ഒരു തിയറി അല്ല. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ ഒരു പ്രപ്പോസ് ചെയ്യപ്പെടുന്ന ഒരു പിന്നെ അതിന് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആഫ്രിക്കയുടെ ഡിറ്റാച്ചാണ് വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ടായെന്ന് പറയുന്നതിനുള്ളൊരു പ്രൂഫാണ് നാസിക ബെട്രാക്കസിനെ പോലുള്ള പല ജീവികളും. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്ത് വരുന്നതിലാണ് ചിക്ലയ്ക്കും അങ്ങനെ ഒരു പങ്ക് വരുന്നത്. കാരണം ഒരു പക്ഷേ ഈ പറയുന്ന സീഷെൽസ് ഇല്ലെങ്കിൽ ഈ ചിക്ലയുടെ ആഫ്രിക്കയുമായിട്ടാണ്. ഹെർപ്പിലിഡേ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കയിലുള്ള ഒരു ഫാമിലിയുമായിട്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. സിസിലിഡേ, ഹെർപ്പിലിഡേ, ചിക്ലിഡേ അങ്ങനെ മൂന്ന് ഫാമിലികളുടെയും കൂടെ ഒരു കണക്ഷനിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഫെറി ആയിട്ട് മാത്രമല്ല അതിൻ്റെ എവല്യൂഷനിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവോൾവ് ചെയ്തിട്ട് അതിനെ മാറാനും പറ്റുന്നൊരു 70 മില്യൺ 60 മില്യൺ ഇയേഴ്സിൻ്റെ ഒരു എവല്യൂഷനും കൂടെ അതിനകത്ത് ബാധകമായിട്ടുണ്ടാവും എന്നാണ് കണക്കൂട്ടി. അതിന് നാളെ ഇത് ഇത്തരത്തിലുള്ള സയൻസുകൾ എപ്പോഴും ഖണ്ഡിക്കുകയും അതിനെ കറക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. കാരണം ഇന്ന് നമ്മൾ പറയുന്ന ഒരു സാധനം ഒരു 10 വർഷം കഴിയുമ്പോൾ വേറൊരു കൂട്ടം സയൻറ്റിസ്റ്റ് വേറൊരു മെത്തഡോളജിയും ടൂൾസും ഉപയോഗിച്ച് ഡേറ്റ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ ഇതിനെ ഡിസ്പ്രൂവ് ചെയ്യല്ല, അതിനെ കൂടുതൽ ക്ലാരിറ്റി വരുത്തുകയാണ്. അതാണ് ശാസ്ത്രം. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ പോലുള്ള സംസ്ഥാനങ്ങളിൽ എപ്പോഴും പ്രശ്നം വരുന്നത് ബിജു കണ്ടുപിടിച്ച സാധനം തെറ്റില്ലെങ്കിൽ ഒരാൾ കണ്ടുപിടിച്ച സാധനം ശരി, അതിനെ സിനോണിമൈസ് ചെയ്തു, അതിപ്പോൾ സ്പീഷ്യസ് അല്ല. ഒരു സ്പീഷ്യസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അന്ന് അവൈലബിൾ ആയിരിക്കുന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വിവരത്തിന് പല പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പം വളരെ കുറച്ച് വിവരം മാത്രം വെച്ചിട്ട് ചെയ്താവാം, ഇല്ലെങ്കിൽ എവിഡൻസ് കുറവായിരിക്കാം. പക്ഷെ നാളെ ഒരാൾ വന്നിട്ട് ഇതൊരു ഈ സിസ്റ്റമാറ്റിക്സിന് എവല്യൂഷൻ എന്ന് പറയുന്നത് 1+1 കാണാം. അതിന് ഒരിക്കലും ഒരു സ്ഥായിയായ ഒരു നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു സ്പീഷ്യസിന്, കാരണം അത് വർഗീകരണ ശാസ്ത്രം ഉണ്ടാകുന്ന തവളകളുടെയൊക്കെ ബൊലിഞ്ചർ, ഗുന്തർ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ പല സ്പീഷ്യസുകൾ ആയിരക്കണക്കിന് സ്പീഷ്യസുകൾ സിനോണിമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതിനകത്ത് സാധാരണ ആൾക്കാർ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ട് അതിനെ നമ്മൾ സിനോണിമൈസ് ചെയ്ത് അങ്ങനെ ഒരാളുടെ സ്പീഷ്യസ് അതൊരു ശാസ്ത്രത്തിൻ്റെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് അങ്ങനെ തന്നെ കാണേണ്ടതാണ്. അല്ലാതെ ഒരാളുടെ തെറ്റ് ഇല്ലെങ്കിൽ ഒരാൾ ശരിയെന്നല്ല. കാരണം അന്ന് അവൈലബിൾ ആയിരിക്കുന്ന ഇൻഫർമേഷനെ വെച്ചിട്ട് ഒരാൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരാൾ പ്രപ്പോസ് ചെയ്യപ്പെടുന്ന ഒരു സ്പീഷീസോ അതിൻ്റെ സ്പീസിയേഷൻ പ്രോസസ്സിനെയോ നാളെ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം വേറൊരു കൂട്ടം ആൾക്കാർക്ക് കൂടുതൽ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തുന്ന സമയത്ത് അതിന് സ്പീഷീസ് അല്ലാതാവാനോ ഇല്ലെങ്കിൽ ആ പറയുന്ന തിയറി അല്ലാതിരിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പോഴും കാണേണ്ടത് ഒരു പ്രോഗ്രസീവ് അപ്രോച്ചിലാണ്. അല്ലാതെ ഒരു അടഞ്ഞ സംഭവമല്ല. അതിനങ്ങനെ ഒരു എക്സാജറേറ്റ് ചെയ്തിട്ട് ഇതൊരു എന്താ പറയുക, നമ്മുടെ ഒരു സയൻസിന് വേറൊരു തരം സ്വഭാവമുണ്ട്. സയൻസിലും നമ്മൾ പറയുന്ന പൊളിറ്റിക്സ് പോലുള്ള ഇല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലുള്ളൊരു ധ്രുവീകരണവും ഒരു കൂട്ടം ആൾക്കാർ, കാരണം പണ്ട് വരെ ഉള്ളതാണ്, ഇപ്പോഴൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിനുള്ളൊരു പ്രശ്നമാണ്. കാരണം ആൾക്കാർ ഇങ്ങനെ ഒരു പ്രോസസ്സിനെ ക്രിട്ടിസൈസ് ചെയ്യാന്നുള്ള സാധനം. അപ്പോൾ കാരണം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, കാരണം സായിപ്പ് പറഞ്ഞ എല്ലാം തെറ്റാണ്. അവർ പറഞ്ഞ തെറ്റല്ല. അവർ പറഞ്ഞ അന്ന് അവർക്ക് അറിയാവുന്ന അവൈലബിൾ ഡേറ്റ ഉപയോഗിച്ചിട്ട് ഒരു സ്പീഷ്യസിനെ കണ്ടെത്തുകയും ആ സ്പീഷ്യസിൻ്റെ അഫിനിറ്റിയും റിലേഷൻഷിപ്പും പറയുകയും ചെയ്തതാണ്. അതിന് 100-200 വർഷം കഴിയുമ്പോഴത്തേക്ക് വരുന്ന മെത്തഡോളജിയിൽ വരുന്ന മാറ്റങ്ങളും ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളും ഉപയോഗിച്ചിട്ട് പുതിയ നൂതന ഒരു സാങ്കേതിക വിദ്യയോടുകൂടി പ്രസിദ്ധീകരിക്കുമ്പോൾ ആ പറഞ്ഞ കാര്യം തെറ്റാവാം, ഇല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തിന് ക്ലാരിറ്റി കൂടാം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ശരിയല്ല. കാരണം ഇതൊരു എവല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. 1 മുതൽ 100 വരെ എണ്ണുമ്പോഴത്തേക്ക് 1ഉം 100ഉം തമ്മിൽ വ്യത്യാസമില്ലെങ്കിലും 1ഉം 2ഉം തമ്മിലും 2ഉം 3ഉം തമ്മിൽ എപ്പോഴും അടുത്തടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം അത് അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ശാസ്ത്രശാഖ എന്ന് പറയുന്നത് 1+1=2 എന്നല്ല. അതിന് ചിലപ്പോൾ 2.5 ആവാം, ചിലപ്പോൾ അത് 1.5 ആവാം. അതുകൊണ്ട് ഇതൊരു ക്ലാരിറ്റി എന്നുള്ള സാധനം ഇന്നോ ഇന്നലെ ഇന്നുണ്ടാക്കാൻ പറ്റുന്നില്ല. അത് ഇനിയും
ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാത്രമല്ല, ഇനിയും ഞാൻ പ്രസിദ്ധീകരിക്കുന്ന സാധനങ്ങൾ പബ്ലിക് ഡൊമൈനിലാണ്. അത് പബ്ലിഷ് ചെയ്യാൻ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നവരെയുള്ള എൻ്റെ പ്രോപ്പർട്ടി ആവും. എന്ന് ഞാനത് പബ്ലിഷ് ചെയ്യുന്നു, അത് എൻ്റെ പ്രോപ്പർട്ടി അല്ല, അത് സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. അതിന് അവർക്ക് എന്ത് ചെയ്യാനുള്ള അധികാരവും അവർക്ക് എന്ത് വേണമെങ്കിലും അതിനെ ഇംപ്രൂവൈസ് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിനെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അതിനെ ക്ലാരിഫൈ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുമുള്ള 100% അവർക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം ഉത്തരവാദിത്വം അതാണ്. കാരണം ഞാൻ പഠിക്കുന്ന എൻ്റെ മരണശേഷം ഞാൻ പറഞ്ഞു വെച്ചതും ഞാൻ കണ്ടെത്തിയതുമായ തവളകൾ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടേണ്ടതാണ്. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയ ഹാപ്പിയാണ്. കാരണം എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതിനെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത് ഇതേപോലെ തന്നെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ണിൽ കാണുന്നത് മാത്രമല്ല, അതിനെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയും ഗവേഷണത്തിന് വേണ്ടിയും ഡോക്യുമെന്റ്. അതിന് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള 2 മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയും ഇലസ്ട്രേഷൻസും ആണ്. മാക്രോ ഫോട്ടോഗ്രാഫി സൈറ്റിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇമ്മേഴ്സ്ഡ് ആയി പോകും. ഇതിന്റെ ഒരു ബ്യൂട്ടി മാത്രമല്ല, ഒരു ഈ പറയുന്ന അതിന്റെ എൻവയോൺമെന്റ് മുഴുവൻ ഒറ്റ ചിത്രത്തിനകത്തേക്ക് ഒരു ഒറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഈ മാക്രോ ഫോട്ടോഗ്രാഫിയെ എങ്ങനെയാണ് മറ്റ് സാധാരണ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് സൂക്ഷ്മതയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അങ്ങനെയല്ലേ ഇത് രണ്ട്. ഞാനത് കാരണം അത് തന്നെ മലിനം കറക്റ്റ് ചെയ്യണം. കാരണം ഞാൻ ഒരിക്കലും എനിക്ക് ഫോട്ടോഗ്രാഫർ എന്നുള്ള വിളി കേൾക്കാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാളാണ്. കാരണം പലപ്പോഴും ആൾക്കാർ തന്നെ വളരെ അതിശയോക്തി കലർന്ന വാചകങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ അതിനകത്ത് ഒരിക്കലും എക്സൈറ്റഡ് ആവില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ടൂളായിട്ടാണ്. കാരണം ഞാൻ കണ്ടെത്തുന്ന ഒരു സാധനം രേഖപ്പെടുത്തുന്നതാണ്. അപ്പം അതിന് ഇപ്പം ഞാനൊരു ഫോട്ടോഗ്രാഫറെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് തരികയാണ്. അപ്പോൾ എനിക്ക് ഞാൻ പറയുന്ന സാധനം ആവണമെന്നില്ല അയാൾ എടുക്കുന്നത്. കാരണം ഞാനിതിനെ കാണുന്നത് പലപ്പോഴും നമ്മളൊരു ലാബിൽ തവളയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വർക്ക് ചെയ്തിട്ട് പുതിയ സ്പീഷീസ് ആയി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ക്യാരക്ടറൊക്കെ പിന്നെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ക്യാപ്ചർ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ നമ്മൾ കയ്യിൽ കാണുന്ന ഒരു ക്യാരക്ടർ ഹൈലൈറ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ എനിക്ക് കാരണം പലപ്പോഴും ഞാൻ ഈ ആൾക്കാർ കൂടുതൽ എൻ്റെ പബ്ലിക്കേഷൻ വളരെ വിനയത്തോടെ പറയാണ്. കാരണം അവരെ ഞാൻ ഇംപ്രസ് ചെയ്യുന്നത് കാരണം ഞാൻ പറയുന്ന ഒരു ജേർണലിൽ ഒരു പബ്ലിക്കേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് എഡിറ്ററെ എങ്ങനെ ഇംപ്രസ് ചെയ്യാന്നുള്ളതാണ്. ആദ്യത്തെ കടമ്പ അതാണ്. കാരണം അവർ ബ്ലേറ്റന്റ് ആയിട്ട് റിജക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ആൾക്കാർക്ക് വിഷ്വലി എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, ഇത് നമുക്ക് റിവ്യൂവിന് വേണ്ടി അയക്കണം, ഇല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. അപ്പോൾ അത് ഈ ഫോട്ടോഗ്രാഫിക്ക് ഭീകരമായ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് അറിയാവുന്ന കുറേ മേഖലകളുണ്ട്. ഫോട്ടോഗ്രാഫി മാത്രമല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ ഗ്രാഫിക്കലായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ഞാനതിനെക്കുറിച്ച് കുറേ ഞാൻ യൂറോപ്പിലായ സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ. പിന്നെ എനിക്ക് കുട്ടിനാളിൽ എനിക്ക് വരയ്ക്കാൻ എനിക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം വര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫോട്ടോഗ്രാഫിയും പഠിച്ചിട്ടില്ല, വരയും പഠിച്ചിട്ടില്ല. ഈ 2ഉം ഞാൻ വല്ലാണ്ട് ഇതിനകത്ത് ഉപയോഗിക്കാം. എനിക്ക് ഏറ്റവും ഈ ആൾക്കാരെല്ലാം ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ ഫോട്ടോ ഇതുവരെ ഇന്ത്യയിൽ എക്സിബിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനം ഈ അടുത്ത കാലത്തൊരു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. 3.5 മാസമായിട്ട് എൻ്റെ സോളോ എക്സിബിഷൻ തുടരുകയാണ്. അത് ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ അത് വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കൽ പോലും എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാത്തത് ഞാൻ എൻ്റെ സയൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. കാരണം ഈ ക്യാമറ എപ്പോഴും എൻ്റെ എനിക്ക് ഭയങ്കര ഒരു സുഖമുള്ള സാധനമാണ്. എനിക്ക് ഇപ്പം ഒരു സയന്റിസ്റ്റ് ഫോട്ടോ എടുക്കുന്നതും ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ അതിനെ എനിക്ക് ഒരുപക്ഷെ ലോകത്തുള്ള എല്ലാ മാഗസിനുകളിലും എൻ്റെ ചിത്രങ്ങൾ വരാനുള്ള കാര്യം ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ളതുണ്ടല്ലോ. കാരണം എനിക്ക് തോന്നുന്നു ഒരു BBC-യുടെയും നാഷണൽ ജിയോഗ്രഫിയുള്ള വലിയ മാഗസിനുകളിലൊക്കെ എൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യയിലുള്ളൊരു വലിയൊരു ഫോട്ടോഗ്രാഫർക്ക് പോലും കിട്ടാത്ത സാധ്യതകൾ എൻ്റെ ചിത്രങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണെങ്കിൽ തന്നെയും, കാരണം എനിക്കറിയാം ഒരു ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ആ തവളയെ കാണുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ എടുക്കുന്ന തവള വളരെ ഷാർപ്പൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്കതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു കാരണം ഇന്നലെ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ, കാരണം ഒരു പരിധിവരെ ഞാൻ അവർ പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു അതൊരു വലിയൊരു അതും ഒരു ആവശ്യമാണ്. കാരണം പലപ്പോഴും കാരണം അത് പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. എന്നെക്കാളൊക്കെ കഴിവുള്ള എത്രയോ സയൻറ്റിസ്റ്റുകൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ആരും
വളരെ എന്നെപ്പോലെ അറിയപ്പെടാത്ത കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ ഇതൊരു കോമ്പിനേഷൻ ഓഫ് ഇതാണ്. കാരണം നമുക്ക് എങ്ങനെ നമ്മുടെ വർക്കിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും. കാരണം നമ്മൾ ഈ പറയുന്ന ഞാനിപ്പോൾ കറൻസ് ഒരു സാധാരണ ജേണലിൽ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ, ആ ഡേറ്റയെ നമ്മൾ വളരെ എലൈറ്റ് ആയിട്ടുള്ളൊരു ജേണലിലേക്ക് എങ്ങനെ എത്തിക്കാന്നുള്ളത് അതിൻ്റെ ഡേറ്റ മാത്രമല്ല, അത് എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിബിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഒരു ക്യാരി ചെയ്യുന്നത്. ഇതൊരു സീക്രട്ടൊന്നുമല്ല, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു വെച്ചത്, കാരണം ഞാനൊരു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നട്ടിലുള്ള ജീവിയെ കണ്ടുപിടിച്ച ഞാനാണ്. അത് കുഞ്ഞന്തവള. വയനാട്ടിലുള്ളൊരു 5 രൂപ കോയിനിൽ വളരെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ഫ്രോഗ് എന്ന് പറയുന്നത് നിക്റ്റിബെട്രാക്കസ് മിനിമസ് എന്ന് പറയുന്ന ഒരു തവള. അപ്പോൾ ഞാൻ അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ നട്ടലുള്ള ജീവിയാണ്. അപ്പം എനിക്ക് പറയാം ന്യൂ സ്പീഷീസ് ഓഫ് നിക്റ്റിബെട്രാക്കസ് ഫ്രം ഇന്ത്യ. അത് വളരെ ഫ്ലാറ്റാണ്. അപ്പം നമ്മൾ അതിനൊരു ചെറിയൊരു കൗതുക എലമെന്റും ഒരു നിങ്ങളുടെയൊക്കെ ബൈലൈൻ പോലെ തന്നെയാണ്. അപ്പം അങ്ങനെ വരുന്നൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ ഞാനെപ്പോഴും ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളതും, എത്തിക്കൽ മാത്രമല്ല, എൻ്റെ പബ്ലിക്കേഷൻ ഒരു ചെറിയ ജേണലിൽ നിന്നൊരു വലിയ ജേണലിലേക്ക് പോകാനുള്ള ഏത് മാർഗവും ഞാൻ ഉപയോഗിക്കും. അതിനെനിക്ക് യാതൊരു മടിയുമില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു ലീഗൽ സാധനമാണ്. കാരണം ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ഒരു മാനിപ്പുലേറ്റഡ് ഡേറ്റ അല്ല, ഉള്ള ഡേറ്റ ഉപയോഗിച്ചിട്ട് അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണ്, അതാണ് ഒരു ഇന്ന് ഈ പറയുന്ന നമ്മളെക്കാളും കുറവുള്ള ഡേറ്റകൾ ഉപയോഗിച്ചിട്ട് യൂറോപ്പിലും അമേരിക്കയിലുള്ള ആൾക്കാർ ഫ്രീക്വൻ്റ് ആയിട്ട് നേച്ചറിലും സയൻസിനെ പോലുള്ള ജേണലുകളിൽ പബ്ലിഷ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ദേ നോ ഹൗ ടു പ്രസന്റ് ദ ഡേറ്റ. നമ്മളിപ്പോഴും ഡേറ്റ മാത്രം പബ്ലിഷ് ചെയ്യുന്ന, അവർ ഡേറ്റ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, ആ ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഹൈപ്പോത്തസിസുകളും ഡേറ്റ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന അഫിനിറ്റീസും റിലേഷൻഷിപ്പിനെ പറയുന്നൊരു സാങ്കേതിക പരിജ്ഞാനവും ഒരു അറിവും ഉണ്ട് അവർക്ക്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ചിത്രങ്ങൾ മാത്രമല്ല, അതിനെ പ്രസന്റ് ചെയ്യുന്ന രീതി. ഈ നേരത്തെ ഫിലിം ക്യാമറ ഉപയോഗിച്ചിട്ടല്ലേ ചെയ്തിരുന്നത്, അത് ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ സൗകര്യങ്ങൾ എന്തൊക്കെയാ? ഫിലിം ക്യാമറ ഏറ്റവും, ഞാൻ എൻ്റെ കൺമുന്നിൽ വലിയ ടൈഗർ പോലുള്ള ആൾക്കാരുടെ ഇണചേരലുകളും ഈ പറയുന്ന പ്രസവം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പോലും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അതൊന്നും. എൻ്റെ കാരണം എൻ്റെ ഒരു ക്യാമറയുണ്ട്, എൻ്റെ ക്യാമറ ട്രൈപ്പോഡ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാണുന്നത്. ഞാൻ തവള എടുക്കാൻ പോകുന്നതാണ്. കാരണം എനിക്കറിയാം, ഞാൻ ഈ പറയുന്ന 36 ഫ്രെയിമിലൊക്കെ ചിലപ്പോൾ 32 അങ്ങനെ കിട്ടുന്നതിൽ ചിലപ്പോൾ 4 5 ഫ്രെയിമേ ബാക്കിയുള്ളൂ. എനിക്ക് 5 ദിവസം വീണ്ടും നിൽക്കേണ്ടി വരും. അപ്പം ഞാൻ ഈ പറയുന്ന ഒരു വലിയ മൃഗത്തിൻ്റെ ഒരു വളരെ റെയറായിട്ടുള്ള ഫുട്ടേജ് ഒരു സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു തവളയുടെ പടം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് പലപ്പോഴും വിട്ടുകളയും. കാരണം വിട്ടേ പറ്റൂ. കാരണം അന്ന് എന്ന് പറയുന്നത് എനിക്ക് കാരണം വളരെ അത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ഫിലിമൊക്കെ മേടിക്കാനുള്ള പൈസ നമ്മളില്ലാത്ത സമയത്താണ് നമ്മൾ ഗവേഷണം ആരംഭിക്കുന്നത്. പൈസ വളരെ ദാരിദ്ര്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എനിക്ക് യാതൊരു മടിയില്ലാത്ത ആളാണ്. അപ്പോൾ നമ്മളെ ആൾക്കാരെന്നൊക്കെ പൈസയൊക്കെ മേടിച്ചിട്ട് കിട്ടുന്ന 2 റോൾ ഫിലിമുമായിട്ട് 60-65 ഷോട്ടുമായിട്ടാണ് നമ്മൾ ഒരു മാസത്തേക്ക് കാട്ടിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ 10 ദിവസത്തേക്ക്. ഇവിടെ നമുക്ക് വേറെ ഒരു എന്ത് വലിയ കാര്യം കണ്ടാലും എടുക്കാൻ പറ്റില്ല, ലക്ഷണില്ല. തവള മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള സാധനം. അപ്പം അതുകൊണ്ട് പലപ്പോഴും നല്ല പല ഒക്കേഷനും എനിക്ക് പടങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പേര് കൊടുത്ത പല ആൾക്കാരുടെയും പേരിലാണ് ഈ പേര് കൊടുത്തത്. അത് പ്രധാനമായിട്ട് ഞാൻ വന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായത് എന്നെ സഹായിച്ച കുറേ ആൾക്കാരാണ്. അപ്പോൾ ഈ ഫിലിമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. കാരണം അവരെല്ലാം വളരെ 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 ജനറസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ ഗവേഷണം ആരംഭിക്കുന്നത്. അതിലേക്ക് ഈ ഡിജിറ്റലായപ്പോൾ ഇത്തരം മിസ്സാവാതിരിക്കുന്നത് ലക്ഷറി വന്നോ? പിന്നെ ഡിജിറ്റലാകുമ്പോഴത്തേക്ക് കാരണം നമുക്കൊരു ധാരണയുണ്ട്, ഇതെല്ലാം ഫ്രീ ആണ്, കാരണം എത്ര ഷോട്ട് ഉണ്ട്. പക്ഷേ ഡിജിറ്റലായിട്ട് ക്യാമറയ്ക്ക് ഒരു സെറ്റ് ഫ്രെയിമുണ്ട്. ഇതിൽ കൂടുതൽ ഓരോ ക്യാമറയും പണിത് കമ്പോളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്യാമറയ്ക്ക് ഇത്ര ക്ലിക്കാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് പറയും. ഇതിന് സർവീസ് പോലും ഇല്ലാത്ത പല കമ്പനികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലക്ഷറി അല്ല ഇപ്പോഴും. എന്നാൽ തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ലക്ഷറി ഒന്നും മിസ്സാവുന്ന മാത്രമല്ല, നമുക്ക് പലപ്പോഴും അപ്പോഴും തന്നെ കാണാൻ പറ്റും. ഈ പറയുന്ന മറ്റത് എല്ലാം ചുരുട്ടി അയച്ചു കൊടുത്ത് ഇത് വരുന്നവരെ നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തവളയുടെ പടം കിട്ടിയോ കിട്ടില്ലെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ 10 ദിവസം കാത്തിരുന്ന് ഇത് പ്രോസസ്സ് ചെയ്ത് വരുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭയങ്കര ഒരു ലിബറലായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യത ഡിജിറ്റൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ തവളകൾക്ക് പേര് കൊടുക്കുന്നത് കൂടെ വന്ന ആളുകൾ മനുഷ്യന്മാരുടെ പേരുള്ള നിറയെ തവളകളുണ്ട്. അതൊരു വലിയൊരു ചോദ്യമാണ് കേട്ടോ. കാരണം എനിക്കുള്ളൊരു വലിയൊരു ക്രിറ്റിസിസം അതാണ്. കാരണം പണ്ടൊരാൾ എനിക്ക് എൻ്റെ പേര് കൊടുക്കലിനെ കുറിച്ചിട്ടൊരു സയന്റിഫിക് ലേഖനം എഴുതിയിരുന്നു. കാരണം അത് ശരിയല്ല,
ഒന്നുകിൽ ക്യാരക്ടർ ഇല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരിൽ വേണം ഒരു ജീവിയുടെ പേര് കൊടുക്കാൻ എന്ന് പറയുന്ന കുറേ ആൾക്കാർ എന്നെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാനീ പറയുന്ന 106 അല്ലെങ്കിൽ 16 തവളകൾ, അടുത്ത 24 തവളകൾ പ്രസിലിരിക്കുന്നതും എല്ലാം കൂടെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 35% തവളകളുടെയും 30% തവളകളുടെയും പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ന് അറിയപ്പെടുന്ന തവളകളിലെ 35%. കാരണം ഞാൻ പേര് കൊടുത്ത തവളകളിൽ ആൾക്കാരുടെ പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു ആൻസർ എനിക്കുണ്ട്. ഈ പറയുന്ന ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് പേര് കൊടുക്കും. ബൈ കളർ ഫോർ എക്സാമ്പിൾ, ഒരു ബൈ കളറായിട്ടുള്ളൊരു ജീവി ലോകത്തുണ്ടാവില്ല. അതൊക്കെ പഴയ ഒരു വിശ്വാസമാണ്. ഇങ്ങനെ ബൈ കളർ, ട്രൈ കളർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക്. പിന്നെ സ്ഥലത്തിൻ്റെ പേര്, വയനാടിൽ നിന്ന് എത്ര വയനാട് നമുക്ക് കൊടുക്കാം, വയനാടൻസിസ് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരും തുടങ്ങി വെച്ചിട്ടുള്ള കുറേ പേരുകളുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും ഈ നീറോസ്റ്റാഗോൺ എന്നൊക്കെ പറയുന്ന വെള്ളത്തുള്ളിത്തവള അങ്ങനെയൊക്കെ പറയുന്ന ഒരു എക്കോളജിസ്റ്റിന് പോയാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേരുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പേര് കൊടുത്ത ആൾക്കാർക്ക് പേര് കൊടുത്തതിൻ്റെ പ്രധാനമായിട്ടൊരു കാരണമുണ്ട്. കാരണം ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ബിജു എന്നൊക്കെ പറയുന്നത് ഭയങ്കര, ഞാൻ ഫ്ലൈറ്റിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു, വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു, ഏറ്റവും ലോകത്ത് വലിയ ക്യാമറകൾ ഉപയോഗിക്കുന്നു, മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു കാലമല്ലാത്തൊരു ഒരു ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. കാരണം വളരെ ഞാൻ എന്താ പറയുക, അങ്ങനെ ഒരു വളരെ മോശപ്പെട്ടൊരവസ്ഥ തന്നെ പറയാം. കാരണം യാത്ര ചെയ്യും ബാക്കിയെല്ലാം. അപ്പം അതിന് എന്നെ സഹായിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. പൈസ തന്നിട്ടില്ല, അവരെൻ്റെ ജീവിതത്തോട് ഇപ്പം എന്നോടൊപ്പം യാത്ര ചെയ്ത ഒരു വളരെ എക്സാമ്പിൾ പറയണമെങ്കിൽ കെ ജയറാം എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫറാണ്. അയാള് കാരണം ഇന്ത്യയിലെ കെ ജയറാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മരിച്ചു പോയ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം വളരെ എങ്ങനെ പറയുന്നത്, കാരണം അയാളുടെ ഒരു അപ്രതീക്ഷിത മരണമായിരുന്നു. അയാളെപ്പോലെ ഒരാള് ഒരു കാർ മേടിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് മനസ്സിലേക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല ഒരാൾ അത്രയും, അയാൾക്ക് അതിനുള്ള വരുമാനമൊക്കെ ഉള്ള അത്ര വലിയ ഭീകരമായ ജന്മിയൊന്നുമല്ല അയാൾ. എന്നൊരു ബാങ്ക് ഓഫീസറായിരുന്നു, റിട്ടയർ ചെയ്ത ഒരാൾ. അയാൾ എൻ്റെ കൂടെ ഒരു പ്രാവശ്യം യാത്ര ചെയ്തു കേരളത്തിൻ്റെ വയനാടിൻ്റെ ഭാഗത്ത്. അപ്പോൾ അയാൾ പിന്നെയാണ് പറയുന്നത്, അപ്പോഴൊന്നും പറയുന്നില്ല, എന്നെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ഈ വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ വെച്ച് ഒരു വാഹനം മേടിക്കുകയും എന്നോടൊപ്പം കർണാടക ഫോറസ്റ്റ് കംപ്ലീറ്റ് എന്നെ കാണിക്കുന്നത് അയാളാണ്. അയാൾ എന്നെ ഡ്രൈവ് ചെയ്യും, ഞാനതിനകത്ത് ഇരുന്നാൽ മാത്രം മതി. അന്ന് ഫോട്ടോഗ്രാഫറാണ്. അയാളാണ് തവളകളുടെ കുറേ പടമെടുക്കാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷനൊക്കെ എനിക്ക് ഉണ്ടാക്കുന്നത്. അന്ന് പിന്നെ പെരുമാളെന്ന് പറഞ്ഞാൽ അടുത്ത TNA പെരുമാളിൻ്റെ കൂടെ ഞാൻ അയാളുടെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്ര ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞു, ജയറാം ഐ എം പ്ലാൻ ടു നെയിം എ സ്പീഷ്യസ്. അപ്പോൾ അയാളെ ആദ്യം പറഞ്ഞാൽ ബിജു ഡോണ്ട് ഡു ദാറ്റ്. അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു അതിന് എനിക്ക് എൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെന്ന്. അപ്പോൾ അയാൾ പിന്നെ അവസാനം അത് ഈൽഡ് ചെയ്യാണ് ചെയ്തത്. ആ ആൾക്കല്ലാതെ എനിക്ക് പൈസയ്ക്കായിട്ട് ഞാനിങ്ങനെ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് നിങ്ങൾ ഏകദേശം ഇത്ര രൂപ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇത്രയും പൈസ തിരിച്ചു തരാം. അങ്ങനെ ഒരു ബന്ധമില്ല. അങ്ങനെ ഒരു, കാരണം ഇന്ന് പറയുന്ന എന്നെ ബെറ്റ് ചെയ്യാനായിട്ട്, ഇന്ന് പറയുന്ന എനിക്ക് ഫണ്ട് തരാനായിട്ട് ആരുടെ ചോദിച്ചാലും എനിക്ക് പൈസ കിട്ടും. പക്ഷെ ഒന്നുമില്ലാത്തൊരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ആൾക്കാർ, എനിക്ക് അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഞാൻ പേര് കൊടുത്തതെന്നുള്ളത് വ്യക്തമായിട്ട് ഒറിജിനൽ പബ്ലിക്കേഷനിൽ വളരെ ലെജിബിൾ ഇംഗ്ലീഷിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഇതുകൊണ്ടാണെന്ന്. കാരണം അതിന് അങ്ങനെ തന്നെയാണ്. അത് തന്നെ, കാരണം എനിക്ക് പൈസ കൊടുക്കലല്ല അവരുടെ, കാരണം അവർ ചെയ്ത സർവീസ്, അങ്ങനെയുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാവണം. അത് എന്നിലൂടെ അല്ലെങ്കിൽ ജയറാം ഇവിടെ അവസാനിക്കാൻ പാടില്ല. ഇന്ന ജെന്യുവനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇനിയും ആൾക്കാർ സഹായിക്കണം എന്നുള്ളതിന്റെ പേരിൽ തന്നെയാണ് അവർക്ക് ഞാൻ പേര് കൊടുത്തത്. ജയറാം. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താ അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കാണാൻ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. കാരണം ഞാൻ എല്ലാ തവളകളും എൻ്റെ പ്രിയപ്പെട്ട തവളകളാണ്. കാരണം ഒരു തവളയുടെ കളർ ഉപയോഗിച്ചിട്ട് ഞാനതിനെ അത് വളരെ അഗ്ലി അനിമലെന്നൊന്നും പറയില്ല, എല്ലാം ഭയങ്കര സൗന്ദര്യമുള്ള ജീവികളാണ്. പക്ഷേ എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ജയറാമിൻ്റെ പേരിലൊരു തവളയുടെ പേര് കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ തവളകൾ ഉണ്ടാവണം. കാരണം അയാൾക്ക് അതിന് അർഹതയുണ്ട്. കാരണം അതുകൊണ്ട് ഞാനിങ്ങനെ കാത്തിരുന്നു കാരണം ഏതാണ്ട് ഞാൻ തീരുമാനം എടുത്തിട്ട് 2 വർഷത്തോളം കാത്തിരുന്നു ഒരു നല്ലൊരു സ്പീഷീസ് എൻ്റെ കയ്യിൽ വരാനായിട്ട്. അത് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ലോകത്തുള്ള ഏറ്റവും വലിയ ജേണലുകളിൽ തന്നെ ഏറ്റവും വളരെ ടഫസ്റ്റ് ജേണലിൽ പബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അയാളത് അർഹിക്കുന്നുണ്ട്. കാരണം 18 വർഷം എൻ്റെ കൂടെ യാത്ര ചെയ്ത മനുഷ്യനാണ്. കാരണം അതൊരു ചെറിയ ഇതൊന്നുമില്ല. ഞാൻ അയാളുടെ ഒപ്പം താമസിക്കുകയും ഉറങ്ങുകയും ആഹാരം കഴിക്കുകയും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ എൻ്റെ ഒരു കമ്പാനിയനെ പോലൊരു ലൈഫിലുണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് മൂന്നാറിൽ
ആദ്യം കാണുന്നത് നെല്ലിയാമ്പതിയിൽ നിന്നാണ്, പിന്നെ അത് മൂന്നാറിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും വരികയും ചെയ്തു. നെല്ലിയാമ്പതിയിൽ നിന്ന് കിട്ടുന്ന ഒരു തവള, അപ്പം ജയറാം കൂടെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പം ഇത് കിട്ടിയപ്പോഴേ നമുക്ക് അറിയാമായിരുന്നു ഈ സാധനം ഇതെന്തോ വളരെ. ഞാൻ ജയറാം ഹൗ ഇസ് ദിസ്, അമേസിങ് ബ്യൂട്ടിഫുൾ, സ്റ്റാർട്ടഡ് ടേക്കിംഗ് പിക്ചേഴ്സ് ആൻഡ് പിക്ചേഴ്സ്, ക്ലിക്കിംഗ് ആൻഡ് ഫൈനലി ഓക്കെ ഫൈൻ. പുള്ളിയാണ് എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ എടുക്കില്ല പടം. കാരണം ജയറാമിൻ്റെ കൂടെ ഉള്ള സമയത്ത് ഞാൻ വളരെ, എനിക്ക് അന്ന് ഫിലിം ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇതേ ഫിലിം ഉപയോഗിച്ചിട്ട് വേണ്ടെന്ന് വെച്ചാൽ അയാൾ മാത്രം എടുക്കും. അയാൾക്ക് കുറച്ചധികം പൈസ ഉണ്ട്. അപ്പോൾ പൈസ എന്ന് വെച്ചാൽ അത്യാവശ്യം പൈസ ഉള്ള ആളാണ്. അയാൾക്ക് വേറെ ചിലവൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അയാളുടെ എല്ലാ പൈസയും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ തിരിച്ച് കോയമ്പത്തൂരിലേക്ക്, അയാൾ കോയമ്പത്തൂരുകാരനാണ്. അപ്പോൾ കോയമ്പത്തൂർ വീട്ടിലൊക്കെ താമസിച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് പടമെല്ലാം കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പടങ്ങളെല്ലാം ഞാൻ തിരിച്ചു പോയി വർക്കൊക്കെ ചെയ്തിട്ട് ആ സമയത്ത് ഞാൻ ബെൽജിയത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ നിന്നാണ് ഞാൻ ജയറാമിൻ്റെ പേരിൽ ഏറ്റവും സുന്ദരമായ, ജയറാമിൻ്റെ മനസ്സുപോലെ തന്നെ ഏറ്റവും വളരെ സൗന്ദര്യമുള്ളൊരു തവള ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ കഴിഞ്ഞ വർഷം വളരെ ആകസ്മികമായിട്ടൊരു അസുഖം വന്ന് അയാൾ മരിച്ചും പോയി. കാരണം അത് വലിയൊരു എനിക്ക് തോന്നുന്നു അതിനെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക്, കാരണം ഒരു സയൻറ്റിഫിക് ഒരു കാരണം ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ സായിപ്പിനെ ആരും ചീത്ത വിളിക്കാറില്ല. ഒരു അറിയപ്പെടുന്ന ഇപ്പോൾ തന്നെ ഒരു ഇംബേഷ്യൻസ് തങ്കച്ചി എന്ന് പറയുന്ന സായിപ്പ് പേര് കൊടുത്തിട്ടുണ്ട്. സായിപ്പ് വന്നിട്ട് താമസിച്ചിരുന്ന ഒരു വീട്ടിലെ ഒരു സ്ത്രീയുടെ പേരാണ്. അപ്പോൾ അതിന് രീതി നേരത്തെ ഉണ്ട്. കാരണം വർഷങ്ങളോളം, കാരണം സായിപ്പ് പേര് കൊടുത്തിട്ടുള്ളതിൽ 80% സാധനങ്ങളും മനുഷ്യരുടെ പേര് കൊടുത്ത പല ആൾക്കാരുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഏറ്റവും കൂടുതൽ പേര് കൊടുത്തിട്ടുള്ളത് സയൻറ്റിസ്റ്റുകളുടെ പേരിലും, അല്ലെങ്കിൽ അവരുടെ കമ്പാനിയൻസിൻ്റെ പേരിലും, അല്ലെങ്കിൽ അവരെ സഹായിച്ചിട്ടുള്ള ആൾക്കാരും, ഇപ്പോൾ അനണ്ടല്ലി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, കുറേ ഇതുണ്ട്. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. അങ്ങനെ ഒരു നിയമവുമില്ല, ഒരാളുടെ പേരിൽ പേര് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമൊന്നുമില്ല. അത് ഈ പറഞ്ഞ ഡേവിഡ് അറ്റമ്മയുടെ പേരിൽ തവളകളുണ്ട്. ഈ പറഞ്ഞ ലോകത്തുള്ള എല്ലാ വലിയ മഹാന്മാരുടെ പേരിലും, മഹാനല്ലാത്ത പറയപ്പെടുന്ന വളരെ മോശപ്പെട്ട പേരുള്ള തവളകളുണ്ട്. അതിപ്പം അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരിൽ ആളുടെ തവളകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഒരാളുടെ ഒരു റൈറ്റാണ്. അത് ഒരു ടാക്സോണമിസ്റ്റിന്റെ ഒരു പ്രിവിലേജാണ്. ഒരു പേര് കൊടുക്കുമ്പോൾ എന്ത് പേര് കൊടുക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് അയാൾ തന്നെയാണ്. അതിനങ്ങനെ ഒരു സെറ്റ് നിയമങ്ങളൊന്നുമില്ല. അതിന് പറയുന്നത് വേറെ പല നിയമങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു ഫെമിനിൻ നെയിം ആണെങ്കിൽ ഇന്ന നെയിം വരണം, അതിന് വരുമ്പോൾ ഐയിൽ അവസാനിക്കണം, എയിൽ അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നൗണായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ജയറാം എന്ന് പറഞ്ഞാൽ ജയറാമി എന്ന് പറയണ്ട. അതാണ് ജയറാമിന്റെ കണ്ടെത്തൽ. ജയറാമി എന്ന് പറയാൻ കാരണം ഞാൻ വിചാരിച്ചു ജയറാമി എന്ന് പറഞ്ഞാൽ ജയറാമെന്ന് പറയണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ വന്ന പല തവളകളും ഇപ്പം പറയുന്നത്, ഞാൻ വേറൊരു തവളയുടെ പേര് കൊടുത്തേക്കുന്നത് റൗച്ചസ്റ്റർ ചോട്ട എന്നാണ്. അതൊരു ഹിന്ദി ഏറ്റവും ചെറിയ തവള, അന്ന് കണ്ടെത്തിയതിൽ ആ ജീനസിലുള്ള ഏറ്റവും ചെറിയ തവളയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് അങ്ങനെ ഹിന്ദിയോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, മറിച്ചൊരു ചോട്ട. നമ്മുടെ അതിപ്പോ കേരളത്തിൽ വന്നിട്ട് ചോട്ട എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനതിനെ റൗച്ചസ്റ്റർ ചോട്ട എന്ന്. അപ്പോൾ അത് ഭയങ്കര ഇപ്പം സീനൊക്കെ ക്യാരി ചെയ്തു. സീനൻ ഐബിയനൊക്കെ വളരെ ടൈറ്റിൽ ന്യൂസോടുകൂടി അത് ക്യാരി ചെയ്തു. അത് ഇതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ആ ഒരു പേരിന്റെ കൗതുകം എപ്പോഴും, അതിന് ഇന്ന വാക്കൊന്നുമില്ല. ഞാൻ മലയാളത്തിലെ കുറെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നൊരു പുലി വിജയൻ, അതെന്താണ് കഥ? പുലി വിജയന്റെ കഥ വലിയൊരു നിക്റ്റി ബെട്ര, അത് നൈറ്റ് ഫ്രോഗ് എന്ന് പറയുന്നത്, നിക്റ്റി എന്ന് പറയുന്ന നൈറ്റ്, ബെട്രാക്കസ് എന്ന് പറയുന്ന അഗെയിൻ തവള. അപ്പോൾ രാത്രി തവളകളെ നൈറ്റ് ഫ്രോഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ആ ജീനസിന്. അത് വളരെ 1840-കളിലൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ട ജീനസാണ്. അതിനങ്ങനെ വരാനുള്ള കാര്യം, അതിൻ്റെ പേര് സ്പീഷീസ് പുലി വിജയൻ എന്ന് പറയാനുള്ള കാര്യം, അത് വളരെ രസകരമായൊരു സംഭവമാണ്. എൻ്റെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ 20 വയസ്സിന് താഴെയുള്ള സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അയാളെ എൻ്റെ കൂടെ ഒരു ട്രാക്കറായിട്ട്, ഒരു കാണി ട്രൈബാണ് അയാൾ, അഗസ്ത്യകൂടത്തിലെ ഒരു കാണി ആദിവാസികളുടെ ഒരു മെമ്പറാണ്. ഭയങ്കര വികൃതിയും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു പയ്യനാണ്. അപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ ഇന്നയാൾക്ക് ഒരു 38-40 വയസ്സുണ്ടാവും. ഞാൻ വളരെ 40 വയസ്സുണ്ടാവും, 38 ഉണ്ടാവില്ല, 40 വയസ്സുണ്ടാവും ആ സമയത്ത്. ഇപ്പോഴും അയാളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഭീകരനായ മനുഷ്യനാണ്. ഭീകരൻ വെച്ചാൽ ഇത്രയും കറേജ് ആയിട്ടുള്ള ഒരാളിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് ഒരു ജന്തുവിനെയും പേടിയില്ല. രാത്രിയും എവിടെ വേണമെങ്കിലും അവരോടൊപ്പം എനിക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരാളാണ്. 18 വർഷം എൻ്റെ കൂടെ, 19 വർഷം എൻ്റെ കൂടെ കാട്ടിൽ കർണാടക, തമിഴ്നാട്, കേരളം, ഈ പറയുന്ന 3 സ്റ്റേറ്റുകളിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത ആൾക്കാരാണ്. എന്നോടൊപ്പം ഒരു സഹചാരിയായിരുന്നു ഇങ്ങനെ പോകുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഇയാളെ ഒരു പ്രാവശ്യം കാട്ടിൽ വെച്ചിട്ട് പുലി ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു.
പുലിയുമായിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം അടിയുണ്ടാക്കിയിട്ട് പുലിയെ അടിച്ച് കൊല്ലുകയാണ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട്. അപ്പോൾ അത് അതിനുശേഷമാണ് ഈ പുലിമുരുകൻ സിനിമയൊക്കെ വരുന്നത്. അപ്പം അത് കാരണം ഭയങ്കര ഒരു വലിയൊരു ബ്രേവ് ഒരു മനസ്സാണ്, അതിൻ്റെ പവറല്ല മനസ്സിൻ്റെ. അപ്പോൾ എനിക്ക് ഇവൻ്റെ പേരിൽ എന്തായാലും ഒരു തവളയുടെ പേര് കൊടുക്കുമെന്നുള്ളത് ഞാൻ അന്നേ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവനൊരു കുഞ്ഞു മോളുണ്ട്. കാരണം അതിൽ നടന്നു പോകുന്ന സമയത്ത് വിജയൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയൻ എന്ന് പറയരുത്, പുലി വിജയൻ എന്ന് വിളിക്കണം. അങ്ങനെ അങ്ങനെയുള്ളൊരു കുടുംബമാണ് അത്. അപ്പോൾ ഞാൻ അങ്ങനെ പേര് കൊടുക്കും കുറച്ചുകൂടെ കൗതുകമായിട്ട് അവൻ്റെ പേരിൽ പേര് വിജയൻ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് പുലി അങ്ങനെയാണ് അതിന് പുലി വിജയൻ. അത് BBC ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ന്യൂസ്. ചെറിയ സ്പോട്ടുകളും വരകളൊക്കെ ഉണ്ട്. പക്ഷെ അത് അത്രയും ഇത് ആളിന്റെ പേരിലാണ്. അവന്റെ വിജയൻ എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് പുലി വിജയൻ എന്നിരിക്കുന്നത്. മനോരമയൊക്കെ വളരെ തമാശയൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന സിനിമയുടെ പേരൊക്കെ ഇതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയുള്ള ഒരു ഇന്ദിരാണ പാറമാക്രി എന്ന് പറയുന്ന ഒരു തവള. ഇത് ഇന്ദിരാണ എന്ന് പറയുന്ന ഒരു ജീനസ് സ്വാഭാവികമായിട്ട് പാറയിൽ അല്ലെങ്കിൽ വെള്ളം പറ്റി നിൽക്കുന്ന പാറകൾ കാണുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു യുണീക്നെസ് ആണ്. ഇത് വേറെ എങ്ങും കാണില്ല. അത് പാറയിൽ വെള്ളം നിൽക്കുന്നതിൽ കരിയിലെയും വെള്ളവും പാറയുമായിട്ടുള്ള ബന്ധമുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണുന്നതാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു പേരില്ല. ഇതിന് ഈ കാണിക്കാർക്ക് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ജനത്തിന് ഇഷ്ടമാവും സാധനം. കാരണം കാണിക്കാർക്കൊരു വർഗീകരണ ശാസ്ത്രമുണ്ട്. കാണിക്കാരെന്ന് മാത്രമല്ല, എല്ലാ ഇന്ത്യയിലുള്ള എസ്പെഷ്യലി കേരളത്തിലുള്ള ഗോത്രവർഗ്ഗക്കാർക്ക് അവിടെയുള്ള ജീവജാലങ്ങൾക്ക് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേരുണ്ട്. അവിടെയുള്ളൊരു കുഞ്ഞ് 4 വയസ്സായ ഒരു കുട്ടി മുതൽ 80 വയസ്സായ ഒരാളിന് പോലും ഇത് പരസ്പരം നമ്മൾ ടാക്സോണമിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ പേര് പറയാൻ പറ്റും. അപ്പോൾ കാണിക്കാർ പറഞ്ഞത് പേര് പാറമാക്രി എന്നാണ്. ഈ അവര് ഒരു സ്പീഷീസിനെയല്ല, ഈ കാണുന്ന ഈ കൂട്ടം ഒരു 26 സ്പീഷീസുള്ള ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിന് മൊത്തത്തിൽ പറയുന്നത് പാറമാക്രി. അപ്പോൾ ഞാൻ അതിനെ അഡോപ്റ്റ് ചെയ്യണം. ഇത് ആ ഒരു പേരിനെ എടുത്തിട്ട് ഒരു സ്പീഷീസ് വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ ഒരു തവളയ്ക്ക് പാറമാക്രി എന്ന് പേര് കൊടുക്കുന്നത്. അപ്പോൾ കാരണം അത് എൻ്റെ കണ്ടെത്തലല്ല, അത് അവർ പറയുന്നൊരു ലോക്കൽ. പിന്നെ അവർക്ക് എല്ലാ തവളകൾക്കും പേരുണ്ട്. കാരണം അത് കുറിച്യാരാണെങ്കിൽ തന്നെയും കാണി ട്രൈബ്സ് ആണെങ്കിലും മന്നാന്മാരാണെങ്കിലും അവർക്കെല്ലാം അവരുടേതായൊരു പേരുണ്ട്. എല്ലാ ജീവജാലങ്ങളും പക്ഷികൾക്കൊക്കെ അവരുടെ പേരെന്ന് പറഞ്ഞാൽ ഭീകരമായ പേരുകളാണ്. കാരണം അവർക്ക് കൃത്യം ക്യാരക്ടർ, അതായത് ഒരു ടാക്സോണമിസ്റ്റ് ക്യാരക്ടർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് പോലെയാണ് ഒരു ഗോത്രവർഗ്ഗം അല്ലെങ്കിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി, അല്ല ഒരു കാടുകൾ വസിക്കുന്ന അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അവരുണ്ടാക്കുന്ന പേരുകൾ അതേപോലെ തന്നെയാണ്. നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇംഗ്ലീഷിലൊക്കെ എഴുതി വയ്ക്കുമെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷിയുടെ ചുണ്ടിൻ്റെ കളറ് അതേപോലെ ഇരിക്കുന്ന സാധനത്തിന് അത് ചുണ്ടിൻ്റെ മഞ്ഞ കളറാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പുള്ളി ഒരു സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്യാരക്ടർ എല്ലാം പറഞ്ഞിട്ടാണ് അവർ പേര് കൊടുക്കുന്നത്. ഇവരുടെ അറിവുണ്ടല്ലോ, ഈ ഗോത്ര വിഭാഗത്തിന്റെ അറിവ് നമ്മൾ വേണ്ട വിധത്തിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഒരു കാലത്തും അതിനെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ജീവിത രീതിയും ആ ഗോത്ര സ്വഭാവങ്ങളൊക്കെ ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും കൂടിയിട്ടാണ്. അത് എത്രത്തോളം പ്രധാനമാണ്? ഇപ്പോൾ നമുക്കൊരു വിശ്വാസമുള്ള വെച്ചാൽ ഗോത്രവർഗ്ഗക്കാർ എപ്പോഴും ഗോത്രവർഗ്ഗക്കാർ ആരായിരിക്കും. അവരൊരിക്കലും ഇങ്ങനെ നമ്മളെപ്പോലെ അത് ഈ ട്രൈബ്സിനെ സ്നേഹിക്കുന്ന ഒരു പക്ഷേ നമ്മൾ ആ ഒരു ട്രൈബായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം ഞാനും പറയും, എനിക്കും ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ മല്ലനും അല്ലെങ്കിൽ വിജയനും അല്ലെങ്കിൽ കാണിക്കാരെല്ലാവരും നാളെ രാവിലെ വന്നിട്ട് എല്ലാവരും തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കുകയും നമ്മൾ ചെയ്യുന്ന പോലെ അവർ ചെയ്തു കഴിഞ്ഞാൽ ഒരു അറിവ് നഷ്ടപ്പെട്ടു പോകും, ഇല്ലെങ്കിൽ ഒരു വലിയൊരു പാരമ്പര്യം ഇല്ലാതെ പോകുന്ന ഒരു വാദമുണ്ട്. പക്ഷേ നമുക്ക് അതുകൊണ്ട് അവരുടെ കുട്ടികൾക്കാർക്കും വലിയ സ്കൂളുകളിലോ കോളേജുകളിലോ പോകാൻ പാടില്ല. ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ് എപ്പോഴും. അപ്പം ഞാനെപ്പോഴും കാണുന്നത് അവരെ കൺസർവ് ചെയ്യല്ല വേണ്ടത്, അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം വേണ്ടത് ആസ് ഇറ്റ് ഈസ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റും, ഞാൻ എപ്പോഴും അവരെ കണക്കാക്കുന്നത് ഞാൻ അവരെ പൈസ കൊടുത്ത് കൊണ്ടുപോകുമ്പോഴും പൈസ കൊടുക്കാതെ കൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോഴും അവർ പൈസ കൊണ്ട് വർക്ക് ചെയ്യുന്ന ആരുമല്ല. ഞാൻ ഒരു ഗോത്രവർഗ്ഗക്കാരും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എസ്പെഷ്യലി കാണി ട്രൈബ്സ് എന്ന് പറയുന്നത് അവർ പൈസയ്ക്ക് വേണ്ടി ഒരുപാട്, നിങ്ങൾ 10 രൂപ കൊടുത്തു കഴിഞ്ഞാലും 1000 രൂപ കൊടുത്തു കഴിഞ്ഞാലും അവരുടെ ഫേസിൽ വരുന്ന ആക്ഷൻ ഒരേ ആക്ഷനാണ്. 10 രൂപ കൊടുത്താൽ തന്നെ വൈകുന്നേരം 10 രൂപ അവസാനിക്കും. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ആകുമ്പോൾ ആ പൈസ തരും. അല്ലാതെ അതുകൊണ്ട് കലത്തിൽ വെക്കുക അല്ലെങ്കിൽ ബാങ്കിലിടുക എന്നുള്ളൊരു പരിപാടിയൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കൾച്ചറിനെ സംരക്ഷിക്കപ്പെടുകയും ഒപ്പം തന്നെ അവരെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് മ്യൂസിയം പ്രിസർവേഷനിൽ ഉദ്ദേശിക്കുന്നത് അവരുടെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെപ്പോലെ അവരും കുറേ ഇപ്പം തന്നെ ഏതാണ്ട്
അപ്പം പണ്ട് നമ്മുടെ മല്ലങ്കാണി അവിടെ ഒരു മൂപ്പരുണ്ട്, ഇപ്പം പിന്നെ കാണിക്കാരില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അവർ കാണിക്കാരാണെങ്കിൽ അവർ പറയുന്നത് അവർ കാണിക്കാരെന്നുള്ള ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു ചിന്ത മാറിക്കഴിഞ്ഞു എന്നാണ്. അപ്പം ഒരു കോൺഫ്ലിക്റ്റാണ്, അതിനൊരു ഡെഫിനായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതം ഒരു പരിധിവരെ ഇങ്ങനെ ആവാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് കാട്ടിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. കാരണം എൻ്റെ നോർത്ത് ഈസ്റ്റിൽ ഞാനിന്ന് വർക്ക് ചെയ്യുന്ന പല മേഖലകളിൽ എനിക്ക് പോകാൻ പറ്റിയത് അവിടെയുള്ള ആദി ട്രൈബ്സും അവിടെയുള്ള ട്രൈബ്സിൻ്റെ കാരണം നമ്മളൊരു ആദിക്കോള എന്ന് പറയുന്നത് ആദി ട്രൈബ്സിൻ്റെ ഒരു പേരിലാണ് അരുണാചൽ പ്രദേശിൽ നമ്മളൊരു 2022 നമ്മളതിനെ പ്രസിദ്ധീകരിച്ചത്. അത് അരുണാചൽ മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിലെല്ലാം വലിയ നമ്മളത് അങ്ങനെ ചെയ്യുന്നതല്ല. കാരണം അവർ പറയും നമ്മൾ കാണുന്നത് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇവരെ കൊണ്ടാണ്. അവിടെ പിന്നെ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം അവരുടെ സേവനം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു സയൻറ്റിഫിക് ജേണി, എസ്പെഷ്യലി ഫ്രോഗിൻ്റെ ഒരു കണ്ടെത്തലുകളുടെ ഒരു പകുതിയിലേത് ക്രെഡിറ്റ്. കാരണം അവരുടെ കാരണം എനിക്ക് ഇത്രയും പുതിയ സ്പീഷീസുകൾ കിട്ടാനുള്ള കാര്യം അവരുടെ ഒരു സാധ്യതകളുടെ എൻ്റെ പേര്. കാരണം കാട്ടിൽ നമുക്ക് യാത്ര ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ടായിരുന്നു ആദ്യം. ഇപ്പോഴും പക്ഷേ നമ്മളിങ്ങനെ കൂടുതൽ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാം. നമുക്ക് തന്നെ അറിയാം, ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അവിടെ നിന്ന് കിട്ടിയ പാഠങ്ങളും അറിവുകളും വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാട്ടിലും അല്ലാത്ത സ്ഥലങ്ങളിലും മാത്രമേ, നഗരങ്ങളിലെ തവളകളുണ്ടല്ലോ, അതെ, അങ്ങനെ ഒരു ഇതിന് പേര് കൊടുത്തിട്ടുണ്ട്, നഗരം. അതൊരു ഹൈലാറാണ് ആർബിസ് എന്ന് പറഞ്ഞിട്ട് തവള. അത് കൊച്ചിയിലാണ് നമ്മളതിനെ, അത് തൃപ്പൂണിത്തുറയിലാണ്, കൊച്ചിക്കാരനാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഈ പുതിയ തവളകളെ അല്ലെങ്കിൽ പുതിയൊരു ജീവിയെ കണ്ടുപിടിക്കാനായിട്ട് കാട്ടിൽ പോകണം, വലിയ മഴക്കാട്, വലിയ ഉൾക്കാടുകളിൽ പോയി താമസിച്ച് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന തവളകളാണ് പലപ്പോഴും പുതിയ സ്പീഷീസായിട്ട് വരുന്നത്. അങ്ങനെയല്ല, അതിന് കുറേ ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ടിപ്പിക്കൽ ഉദാഹരണം നമ്മൾ അർബിസ് എന്ന് പറയുന്നത് അർബൻ ഏരിയ, അതുകൊണ്ടാണ് തന്നെ അർബിസ് എന്ന് പേര് കൊടുത്തത്. കാരണം തൃപ്പൂണിത്തുറ റോഡ് ഒരു സൈഡിൽ ഒരു ചെറിയൊരു പൊന്തക്കാട് പോലുള്ള സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മളിതിനെ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് 2 ഉദ്ദേശത്തോടെയാണ് ആ പേര് കൊടുത്തേക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മളെ ചെറിയ ആവാസ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ചെറിയ തുരുത്ത് പോലുള്ള സസ്യങ്ങളുള്ള ചതുപ്പ് നിലങ്ങൾ നഗരങ്ങളിൽ പ്രിസർവ് ചെയ്യേണ്ടതാണ്. അവിടെ ഉള്ള ജീവികളെപ്പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഗവൺമെൻറ്റിനെയൊക്കെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഞാൻ ആ വർഷം തന്നെ ഗവൺമെൻറ്റിനെ വിളിക്കുകയും ഞാനൊരു പ്രസൻറ്റേഷനിൽ ഇത് പറയുകയും ചെയ്തു. അപ്പോൾ ഈ കൺസർവേഷൻ എന്ന് പറയുന്നത് കാടുകൾ സംരക്ഷിക്കൽ മാത്രമല്ല, ഈ കാടുമായിട്ട് അനുബന്ധിച്ച് ഈ ബഫർ സോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ആവാം എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടല്ല ഈ പറയുന്ന കടുവ, ആന കഴിഞ്ഞാൽ ഈ മറ്റു ജീവികളുടെ പലതും ഈ പറയുന്ന അർബനൈസ്ഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ ഈ പറയുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കാണാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു, അത് നാഷണൽ ജിയോഗ്രഫിയുടെ ഒരു ടൈറ്റിൽ ന്യൂസ് ആയിരുന്നു. കാരണം അത് കാണാൻ പറ്റും, നിങ്ങൾ ആ സൈറ്റിലേക്ക് പോയി. ഇപ്പോഴും അത് ഉണ്ട് സാധനം. കാരണം അർബിസ് എന്നുള്ള ന്യൂ സ്പീഷീസ് ഫ്രം ദ മിഡിൽ ഓഫ് ദ ടൗൺ, അങ്ങനെ ഒരു ടൗണിൽ നിന്ന് പുതിയ സ്പീഷീസ് കണ്ടെത്തിയെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും കൺസർവേഷൻ കൂടെ ഉണ്ടാവട്ടെ ഉദ്ദേശിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പേരുകൾ അതിന് കൊടുക്കുന്നത്. പേരെപ്പോഴും കൗതുകമുള്ളതാണ് സാധാരണക്കാരന്. പക്ഷെ നമ്മൾ പേര് കൊടുക്കുന്നത് ഇതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം അതിൻ്റെ കൺസർവേഷൻ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊരു പുതിയ സ്പീഷീസ് ഉണ്ട്, ഇത് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവനൊരു ഓണർഷിപ്പ് വരും. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമുള്ളൊരു ഓണർഷിപ്പ് കൊടുക്കുക എന്നുള്ളൊരു വളരെ ദുശ്ചിന്തയോട് കൂടിയാണ് പേരുകൾ നമ്മൾ കൊടുക്കുന്നത്. ഈ തവളകളുടെ ഓരോന്നിൻ്റെയും ശബ്ദം ഡിഫറൻ്റ് ആണോ? ഓരോന്നിൻ്റെയും വ്യത്യാസമാണോ? അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവോ? അങ്ങനെയാണ്. കാരണം നമുക്ക് അറിയാൻ പറ്റും, നമ്മളിന്ന് ഇത്രയും പക്ഷി നിരീക്ഷകരുടെ എണ്ണം കൂടാനുള്ള പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും പക്ഷി നിരീക്ഷകർ പോയിട്ട് ഇങ്ങനെ ബൈനോക്കുലറൊക്കെ വെച്ച് വളരെ ദൂരെയുള്ള ചെറിയ പക്ഷി കാണാതെ തന്നെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ശബ്ദം വെച്ചിട്ടാണ്. ഏകദേശം ഒരു 80% പക്ഷികളെയും പക്ഷി നിരീക്ഷകർക്ക് വളരെ ഈസി ആയിട്ട് ഒരു കുട്ടി മുതൽ വളരെ മുതിർന്നവർക്ക് പോലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഒരു സാധ്യതയുള്ളതാണ് തവള ബയോഅക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ തവളയുടെ ശബ്ദം ഒരു തവള പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദമല്ല അതേ ജീനസിലുള്ള വേറൊരു സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷികളെക്കാളൊക്കെ വളരെ ഭംഗിയായിട്ട് വിളിക്കുന്നത്, പക്ഷികൾ വളരെ ചെറുതായിട്ട് വിളിച്ച് ശബ്ദം ഉണ്ടാകുന്ന വലിയ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന പക്ഷികളുണ്ട്. എന്നാൽ തന്നെ തവളകൾ പ്രൊലോങ് ബ്രീഡേഴ്സാണ്. അപ്പോൾ അതിന് കുറേയധികം സമയം 15 ഒറ്റ സ്ട്രെച്ചിലൊരു അതാണ് ഒരു ഒറ്റ സ്ട്രെച്ചിൽ മാക്സിമം ഒരു 2 മിനിറ്റ് 1 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക്, വീണ്ടും അത്
അങ്ങനെ ഒരു 15-20 മിനിറ്റോളം അല്ലെങ്കിൽ 30 മിനിറ്റോളം ബ്രേക്ക്, ചെറിയ ബ്രേക്കിൽ, അതായത് 10 സെക്കൻഡ് 20 സെക്കൻഡ് ബ്രേക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാൻ പറ്റും. ഈ വിളിക്കുന്ന തവളകളെല്ലാം ഒരേ ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. ചെറിയ തവളകൾക്ക് വ്യത്യാസം ഉണ്ടാവും, ചില തവളകൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ചില തവളകൾ കൃത്യമായിട്ട് നമുക്ക് ദൂരെ നിന്ന് തന്നെ ഏതാണ്ട് ഒരു 10-100 മീറ്റർ ചുറ്റളവിൽ, അല്ലെങ്കിൽ 80 മീറ്റർ അല്ലെങ്കിൽ 60 മീറ്റർ ചുറ്റളവിലൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ, ചെറിയ കുഞ്ഞു തവളകളായിരിക്കും, കാണാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഓ ജെറാമി ഈസ് കോളിംഗ്. അപ്പോൾ നമ്മളിവിടെ അങ്ങോട്ട് പോവില്ല, കാരണം വെച്ചാൽ നമുക്ക് ഉള്ള തവളയാണ്. അപ്പോൾ നമുക്ക് പറയുന്നത് നമ്മളവിടെ പോകണ്ടെന്ന് തീരുമാനിക്കുന്ന ശബ്ദം കേട്ടിട്ടില്ല, കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. കാരണം ഇതിപ്പം നമ്മൾ സാധാരണ നമ്മളെപ്പോലുള്ള സയൻറ്റിസ്റ്റുകൾക്ക് ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്, നമ്മൾ പോയിട്ട് കൊന്ന് ആണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തവളയെ പിടിച്ച് കൊന്ന് അങ്ങനെ കാരണം ഒരു തവളയെ കൊല്ലാതെ നമുക്ക് പുതിയ സ്പീഷീസിനെ കണ്ടെത്താൻ പറ്റില്ല. കാരണം ഒരു പുതിയ സ്പീഷീസ് കണ്ടെത്തുമ്പോഴത്തേക്ക് അതിനൊരു ടൈപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കാരണം ഒരു കൊന്ന് അതിനൊരു മ്യൂസിയത്തിൽ, പബ്ലിക് മ്യൂസിയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിന് ഒരു കാരണമുണ്ട്. നാളെ ഞാനിപ്പോൾ വൈൽഡായിട്ട് കണ്ടൊരു അനിമലിനെ കണ്ടിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആൾക്കാരിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ സ്പെസിമെൻ ഒരു മ്യൂസിയത്തിൽ ഉണ്ടാവണം. വേറൊരാൾക്ക് വന്നാൽ പഠിക്കാൻ പറ്റണം, ഞാൻ പറഞ്ഞ ക്യാരക്ടർ ഇല്ല അതുണ്ടോ എന്നറിയാൻ. അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ടാക്സോണമിസ്റ്റ് ആസ് എ ക്രിമിനൽസ് എന്നാണ് സാധാരണ ആൾക്കാർ എപ്പോഴും. ഇല്ലല്ല, കുറേ എണ്ണമൊന്നുമില്ല. കാരണം അത് ഡിപ്പെൻഡാണ്. കാരണം ഒരു ലോകത്ത് അത് സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ശാസ്ത്രീയ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തവളയോ ഒരു മത്സ്യമോ ഒരു ജീവിയോ വംശനാശത്തിലേക്ക് പോവില്ല. നമ്മൾ ചെയ്യുന്നത് ലോകത്തുള്ള 80 അല്ലെങ്കിൽ 95% തവളകളും മറ്റു ജീവികളും എക്സ്റ്റൻ്റായി പോകേണ്ട കാര്യം വനം അല്ലെങ്കിൽ കാട്, അല്ലെങ്കിൽ കാടുമായിട്ട് ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റമാണ്. അത് അപേക്ഷിച്ച് നമ്മൾ ഒന്നുമല്ല ചെയ്യുന്നത്. കാരണം അങ്ങനെ ഈ പറയുന്ന ഈ പല സൗത്ത് അമേരിക്കൻ കാടുകളിൽ കാണുന്ന തവളകളിൽ നിന്ന് വംശനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തുള്ള ഒരു മ്യൂസിയത്തിൽ പോലും ഉണ്ടാവില്ല. ഈ വംശനാശം സംഭവിക്കുന്ന തവളകളുടെ 1-2 മ്യൂസിയങ്ങളിൽ 1-2 സ്പെസിമെൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഏറ്റവും വലിയൊരു ട്രഷറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കളക്ഷൻ ഒരിക്കലും ഒരു അനിമലിനെയും നശിപ്പിക്കില്ല. പക്ഷെ നമുക്ക് എപ്പോഴും പറയുന്നത് ഈസ് എ പ്രൊഫഷണൽ കില്ലേഴ്സ്, അല്ലെങ്കിൽ പറയുന്നത് ലീഗൽ കില്ലേഴ്സ്, ലീഗലൈസ്ഡ്. അപ്പോൾ കാരണം നമുക്ക് അത് ഒരു പരിധിവരെ അത് പറയുന്നതിൽ അർത്ഥമില്ലാത്തതാണ്. കാരണം പറഞ്ഞു വരുന്നത് ഇപ്പം ഈ ബയോകെസ്റ്റിക്സ് പോലുള്ള ഇൻ്റഗ്രേറ്റീവ് സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് ടാക്സോണമി, അതായത് മറ്റ് അതിപ്പോൾ നമുക്ക് 2 തവള, ചിലപ്പോൾ ഒരു തവളയൊക്കെ വെച്ചിട്ട്, ഞാൻ നാസിക പെട്രാക്കസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ തവള, കാരണം അതിന് കുറേയധികം തവളകളുടെ എണ്ണത്തിൻ്റെ ആവശ്യമില്ല, വളരെ യുണീക്കാണ്. പക്ഷേ യുണീക്ക് അല്ലാത്ത തവളകളെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ 4 തവള അല്ലെങ്കിൽ 5 തവളയൊക്കെ നമ്മളൊരു പോപ്പുലേഷനിൽ 5 തവള നല്ല ഹെൽത്തി പോപ്പുലേഷൻ പിടിച്ചു കഴിഞ്ഞാൽ, കാരണം ഒരു ദിവസം പാമ്പ് കഴിക്കുന്നതിന് 4 പാമ്പ് കഴിക്കും. ഒരു ദിവസം നമ്മൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ പാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം തവളയാണ്. പക്ഷികളുടെ, നിങ്ങൾ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പക്ഷികളുടെ ചുണ്ടിലിരിക്കുന്നത് ഒന്നുകിൽ ഓന്തായിരിക്കും, ഇല്ലെങ്കിൽ തവളയായിരിക്കും. അതേപോലെ ഇത് രണ്ടും പറഞ്ഞു വരുന്നത് ഈ ശബ്ദം ഉപയോഗിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സാധ്യത വന്നതോടുകൂടി നമ്മൾ കളക്ഷൻ്റെ എണ്ണം കുറയ്ക്കുന്നുണ്ട്. കാരണം നമുക്ക് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാനും അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വന്നിട്ടുണ്ട്.